ഇനി മറ്റേതു ആ തന്നെ ഓപ്പോസിറ്റ്. ഇനി അപ്പുറത്തെ കാല്. അത്ര മതി. ആ 5 പ്രാവശ്യം കൊണ്ട് ആ കൊണ്ട് അത് ഇത് ചെയ്തതല്ലേ. ഇനി ഒന്ന് സാവധാനം ഒന്ന് എഴുന്നേറ്റ് നടന്നട്ടെ. എഴുന്നേക്കും ബുദ്ധിമുട്ടുണ്ടോ? അവർ പിടുത്തം പോലെയോ നിങ്ങൾക്ക് നേരത്തെ അവിടെ ചെറിയ ഇതായിട്ട് കൂടുതലായിട്ടില്ലല്ലോ. ഇനി ഒന്ന് ആടി ഇരിക്കുമ്പോഴല്ലേ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ആ ആ ആ അങ്ങനെ തോന്നുന്നുണ്ടോ? നമുക്ക് ഡിസ്കംഫർട്ടുമായിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലല്ലോ. ഇപ്പോൾ ഇരുത്തം കറക്റ്റ് തന്നെയല്ലേ ഇരിക്കുന്നത്. ഇനി ഒന്ന് എഴുന്നേറ്റ് നോക്ക്. എന്നിട്ടൊന്ന് നടുവെല്ലാം പൊന്തിച്ചിട്ട് ഒന്നിങ്ങനെ കൈ രണ്ടും പൊന്തിച്ച് ഒന്ന് നേരത്തോട്ട് അത് ഒന്നും കൂടി ഒന്ന് ശ്വാസം എടുത്തുകൊണ്ട് വരിക, താവോട്ട് വരിക. അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇനി ഈ ഒരു കാലിങ്ങനെ പൊന്തിക്ക് താത്ത് ഫുള്ള്. ആ അന്നേരം വേദനയുണ്ടോ? ബട്ടക്സിൻ്റെ ഭാഗത്ത് വേദനയുണ്ടോ? ഞാൻ നേരത്തെ കോക്കക്സിൻ്റെ ചെയ്തതിൻ്റെയൊക്കെ വേദനയുണ്ടോ? ഇല്ലല്ലോ. ഇനി ഒന്നും കൂടി ആടി ഇരുന്ന് നോക്ക്. അതാ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴാണ് നമുക്ക് പൊതുവേ ഉള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. ബട്ടക്സിൻ്റെ ഭാഗം തൊട്ടിട്ട് ഒരു പിടുത്തം വരും. ആദ്യം നന്നായിട്ടുണ്ടായിരുന്നു, കുറഞ്ഞത് റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല. വെയിറ്റ് എടുക്കില്ലെങ്കിലും കൂടുതലായിരുന്നു. എന്തിനും ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഹെവി ആയിട്ടുള്ള കുറക്കുക. നമ്മൾ ഈ ചെയ്യുന്നത് അപ്പോൾ അതിന് കണക്കായിട്ടുള്ള റിസൾട്ട് വേണ്ടിക്ക് നിങ്ങളെ കൂടി സഹകരണം എന്തായാലും വേണം. എന്നാലും മാത്രം നിൽക്കുന്നതൊന്നും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് സമയം ഏയില്ലാണ്ടൊന്നും ഇങ്ങനെ ചെരിഞ്ഞിട്ടൊന്നും നിൽക്കരുത്. നിൽക്കുന്നത് 2 കാലിൽ തന്നെ നേർ നിൽക്കുക. ആ ആ അതെ വെയിറ്റ് എടുത്താലും മാക്സിമം പറഞ്ഞാല് ഒരു ഷീറ്റ് എന്നാലും ഒരു 7 കിലോ അത്രയും മാക്സിമം വരും. ഒരു എത്രയായാലും പൈപ്പ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 12 കിലോ 13 കിലോന്റെ പൈപ്പ്. അതൊന്നും ഫുള്ളായിട്ട് ഒന്നും എടുക്കൂല. അത് പകുതിയായിട്ട് എടുക്കും. പൈപ്പ് ഇങ്ങനത്തെ പൈപ്പ് മാക്സിമം 5 കിലോ ഉണ്ടാവും. അത് മാത്രമേ ഫുൾ ലെങ്ത് നമുക്ക് ആവശ്യം വരും. ബാക്കി മുറിച്ചിട്ടല്ലേ എടുക്കും. അത് ഒരിക്കലും ഒരു 5 കിലോ കൂടുതൽ എന്തായാലും പൊക്കേണ്ടി വരില്ല. പക്ഷെ എപ്പോൾ പോക്കുമ്പോൾ കാല് മടക്കിയിട്ട് പോക്കുക. ഇനി എഴുന്നേറ്റ് നോക്കിയാ ഉണ്ടോ? വളരെ ചെറിയത്, കൂടുതലായിട്ടില്ലല്ലോ, ബുദ്ധിമുട്ടായിട്ടില്ലല്ലോ. ഒന്ന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നോക്കി. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോന്ന് ഇല്ല. ഒന്ന് തിരിച്ച് വരുമ്പോൾ നേരത്തെ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റങ്ങൾ ഇപ്പം വരുന്നില്ലേ അല്ലേ. ഇനി ആ സൈക്കിളിൽ ഒന്ന് വെറുതെ ഒന്ന് കയറി ഇരുന്ന് നോക്കും, വല്ല ബുദ്ധിമുട്ടുണ്ടോ നോക്കും. ഇല്ല ഇല്ലല്ലോ. ഇനി സാവധാനം ഒന്ന് എഴുന്നേറ്റ് നോക്കി. എന്നിട്ട് ഒന്ന് അറിയാനുണ്ടോ? മതി, അത്ര മതി. ഇനി നേരെ വാ. ഇനി ഒന്നും കൂടി ഒന്ന് ആടെ ഇരുന്ന് നോക്ക് കുറച്ച് സമയം. നേരത്തെ പോലത്തെ ഒരു ഇതില്ലല്ലോ. ഇപ്പം ബട്ടക്സിൻ്റെ ഭാഗത്തില്ലല്ലോ, കാലിൻ്റെ ഈ ഇതിലല്ലേ വരുന്നുള്ളൂ. ആടത്തെ ആ മസിലിൻ്റെ അല്ലേ ഉള്ളൂ, കൂടുതലില്ലല്ലോ, കുറവല്ലേ ഉള്ളൂ. അതിന് പോയിട്ട് ആ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറയും. വേറെ ബുദ്ധിമുട്ടായിട്ടില്ലല്ലോ. കുറച്ച് സമയം കൂടി